ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഴംപൊരിയുടെ സെയിം റെസിപ്പിയാണ്. മാത്രമല്ല ബേക്കിംഗ് സോഡയും ദോശമാവും ഒന്നും ചേർക്കാതെ ഒരു സീക്രട്ട് ചേർവ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിന്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി പഴംപൊരിക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പക്ഷേ കോൺഫ്ലോറിനേക്കാളും നല്ലത് അരിപ്പൊടി ചേർക്കുന്നതാണ്. ഇത് മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അത്യാവശ്യം മധുരമുള്ള പഴമാണ് ഉള്ളത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മതി. നിങ്ങളുടെ കയ്യിലുള്ള പഴത്തിനനുസരിച്ച് പഞ്ചസാരയിൽ മാറ്റം വരുത്താം. ഇനി ഒരു അര ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ചേരുവ. ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന്റെ അളവ് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരും എടുക്കുന്ന ഫ്ലോറിനനുസരിച്ചിരിക്കും വെള്ളത്തിന്റെ അളവ്. ഒരു ഇളം ചൂടുള്ള വെള്ളം മതി, കൈ പൊള്ളുന്ന രീതിയിലുള്ള വെള്ളമൊന്നും വേണ്ട. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു ഇളം ചൂട് ഉണ്ടായാൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കൊണ്ട് നന്നായിട്ട് ഇത് പൊന്തി വരും. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ നൈസായിട്ട് കട്ട് ചെയ്യണ്ട, അപ്പോൾ മുറിഞ്ഞു പോകും. ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മളെ ബാറ്റർ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് ഈ പഴം ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു വശം മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇതാ കണ്ടില്ലേ, ഇപ്പം നമ്മൾ പഴംപൊരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പഴംപൊരിയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സീക്രട്ട് ചേർവ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.